സ്വർഗം പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. കാര്യം നമ്മൾ ഈ ചാട്ടവാറിന്റെ അടിയും കൊണ്ട് അടിമകളായിട്ട് അവിടുത്തെ ഉള്ളിയും ചുറ്റുള്ളിയും മറ്റേത് മറിച്ചൊക്കെ തിന്നുകൊണ്ടൊക്കെ അത് കഴിഞ്ഞിട്ട് മന്ന തിന്നുമ്പോൾ ഇത് എന്നാന്ന് ചോദിക്കും. മന്ന കിട്ടുമ്പോൾ നമ്മൾ ഇത് എന്നാന്ന് ചോദിക്കും. കാര്യം ഉള്ളി തിന്ന അല്ല പരിചയപ്പെട്ടുള്ളൂ, അല്ലാതെ നല്ല സാധനവും നിന്ന് ഇതാരുടെ എന്താണ് മല്ലന്മാരുടെ ആഹാരം എന്ന് പറയുന്നത് ദി ഫുഡ് ഓഫ് ദി ഏഞ്ചൽസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൂതന്മാരുടെ ആഹാരം കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കുള്ള ഞങ്ങൾക്ക് ഇവിടെ പാടാ ഈ മന്ന അല്ല, അത് മന്ന ഇതല്ല. അത് മന്ന മോശമായിട്ടല്ല, ഈ ഉള്ളിയുടെ ടേസ്റ്റ് അങ്ങോട്ട് മാറിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ മരുഭൂമിയിൽ കൊണ്ടിട്ടിരിക്കുന്നതിന്റെ കാരണം എന്നറിയാമോ? ഈ ഉള്ളിയുടെ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറാനാണ്. മരുഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്നത് മിസ്രൈമിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത എല്ലാ അനാവശ്യങ്ങളും ഒക്കെ ഒന്ന് കളയാൻ വേണ്ടിയാണ്. അത് കളയണം. അതുകൊണ്ട് ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ സ്വർഗത്തിന്റെ ജീവിതം ഈ ഭൂമിയിൽ തന്നെ ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മളെ അവൻ എക്വിപ്പ് ചെയ്യാണ്, നമ്മളെ അവൻ പണിയുകയാണ്. എഫെസ്യർ 2 അധ്യായത്തിന്റെ 10 വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അവന്റെ കൈപ്പണിയായി, നാം ദൈവത്തിന്റെ കൈപ്പണിയായി എന്നാണ് പറയുന്നത്. കൈപ്പണി ശരിക്കും 1 കൊരിന്ത്യർ 3 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ നമ്മൾ അവന്റെ കൃഷിയാണ്. ഈ കൈപ്പണി എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത് ചിത്രപ്പണി എന്ന് പറയുന്ന ഒരു വാക്കാണ്. ചിത്രപ്പണി ലൈക്ക് ഒരു ചിത്രം എഴുതുന്നത് പോലെയാണ്, ഒരു കവിത എഴുതുന്നത് പോലെയാണ്. ഒരു ചിത്രത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ചിത്രം വരച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അറിയത്തില്ല. ഒരു ചിത്രകാരൻ ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്കിതിന്റെ ആ ചിത്രകാരന്റെ മനസ്സിലേ ഉള്ളൂ. ആ ചിത്രകാരന്റെ മനസ്സിൽ എന്തൊക്കെ ഉണ്ട്. അയാൾ അവിടെ 2 സ്ട്രോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബ്ലാക്കും ഒക്കെ അടിച്ചതൊക്കെ ഇതെന്താ ഈ വരച്ചു വെച്ചിരിക്കുന്നത് ഇടയ്ക്ക് വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആകെപ്പാടെ അബ്സേർഡായിട്ടേ തോന്നത്തുള്ളൂ, യാതൊരു അർത്ഥവും ഇല്ലാത്തതായിട്ടേ തോന്നത്തുള്ളൂ, അല്ലേ? പക്ഷേ കുറെ കൂടെ കഴിയുമ്പോഴത്തേക്ക് അവൻ അതിനകത്ത് വേറെ 2 വരയൂടെ 2 കുത്തൂടെ വാലൂടെ ഒക്കെ വരച്ചു കഴിയുമ്പോഴത്തേക്ക് മനോഹരമായ ഒരു ചിത്രമായിരിക്കും. ഇതുപോലെ കർത്താവ് ഭൂമിയിൽ നമ്മളെ ആക്കുന്നില്ലെന്നറിയാമോ? ഒരു മനോഹരമായ ചിത്രമായി നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. എക്വിപ്പ് ചെയ്യാണ്, നമ്മളെ പണിയുകയാണ്. അങ്ങനെ പണിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകാത്ത ഒത്തിരി സ്ട്രോക്കുണ്ട്. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് എൻ്റെ മോൻ മരിച്ചു പോയത്, എന്തുകൊണ്ടാണ് എൻ്റെ അനിയൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്, എൻ്റെ അമ്മ എന്നെ എന്നോട് ഇങ്ങനെ ഇടപെടുന്നു, അല്ലെങ്കിൽ അപ്പൻ എന്താ ഇങ്ങനെ ഇടപെടുന്നു, എൻ്റെ ഭർത്താവ് എന്താ ഇങ്ങനെ. നമ്മൾ ജീവിതത്തിൽ പ്രതിസന്ധികൾ, രോഗം, എനിക്കെന്താ ക്യാൻസർ വന്നത്, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴെല്ലാം ചിലപ്പോൾ ബ്ലാക്ക് സ്ട്രോക്സ് ഒക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. അപ്പോഴത്തേക്ക് നമുക്കിത് മനസ്സിലാകാത്തതുകൊണ്ട് നമ്മൾ പറയും ഇതെന്തുവാ വരയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ഇതെന്തോ വരച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ അവൻ മനോഹരമായ ഒരു ചിത്രമാക്കുകയാണ്. ഞാൻ ജീസസ് ഫീറ്റിനകത്ത് എഴുതിയ ഒരു ചെറിയ സ്റ്റോറി ഉണ്ട്. അതിനകത്ത് ഒരു ചിത്രകാരൻ സുനിൽ ഒരു ചെറുക്കൻ്റെ പടം വരയ്ക്കുകയാണ്. ചെറുക്കൻ്റെ പടം വരയ്ക്കാനായിട്ട് അവനെ സ്റ്റുഡിയോയിൽ കൊണ്ടവനെ ഇരുത്തി അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അവനെ ഒരു പോസ്റ്റർ ഇങ്ങനെ എടുത്തതാണ്. ഇരുത്തി പടം വരച്ച് കുറച്ചു നേരം കഴിഞ്ഞു അവൻ ഉണ്ണാൻ പോയി തിരിച്ചു വന്നിട്ട് പിന്നെയും നോക്കി. ഉച്ചയ്ക്ക് 3 മണിയായപ്പോഴത്തെ പറഞ്ഞു ഏതാണ്ടൊക്കെ അവിടെ കാണാൻ പറഞ്ഞു ദാറ്റ്സ് നോട്ട് മീ, നീ വരയ്ക്കുന്നത് ഇപ്പം എന്നെ ഒന്നും അല്ലെന്ന്. പിന്നെ ചിത്രകാരൻ പറഞ്ഞു വെയിറ്റ് മൈ സൺ, ഐ എം സ്റ്റിൽ വർക്കിംഗ് ഓൺ യു. മോനെ വെയിറ്റ് ചെയ്യ്, ഞാൻ ഇപ്പോഴും നിന്റെ മേൽ പണിതുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഈ സാജുവിന്റെ മേൽ ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുക. രൂപം ഒന്നും അങ്ങോട്ട് ആയി വന്നിട്ടില്ല. ആളുകൾ നോക്കുമ്പോൾ ഇതെന്താ ഇവരെ വരച്ചു വെച്ചിരിക്കുന്നത് ചോദിച്ചേക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അവന്റെ മനസ്സിൽ ഞാൻ വെയിറ്റ് ചെയ്താലേ എനിക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ. ഈ ചെറുക്കൻ ഇത് കണ്ടോണ്ട് എണീറ്റ് പോയി കഴിഞ്ഞാൽ അവന്റെ ചിത്രം അവിടെ വരയ്ക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് നമ്മിൽ അവന്റെ രൂപം കുത്തുകയാണ്. എന്റെ ബെറ്ററായിട്ടുള്ള രൂപമല്ല കുത്തുന്നത്. ഏത് മനുഷ്യനെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ ഏറ്റവും വലിയ പദ്ധതി എന്ന റോമാലേഖനം 8 നമ്മൾ വായിക്കുന്നുണ്ട്. അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാവുകയാണ്. ഞാനൊരു 100 വട്ടം പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമുണ്ട്. മൈക്കലാഞ്ചലോ ഒരിക്കൽ കൂട്ടുകാരൻ ഒരുമിച്ച് നടക്കുമ്പോഴത്തേക്ക് ഒരു കല്ലെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കൂട്ടുകാരൻ ചോദിച്ചു നീ എന്തിനാണ് കാണിക്കുന്നത്, ഈ കല്ല് എന്തിനു കൊള്ളാം, ഇറ്റ്സ് എ മാർബിൾ പീസ്. അവൻ പറഞ്ഞു ഐ എം ഗോയിങ് ടു മേക്ക് ആൻ ഏഞ്ചൽ ഔട്ട് ഓഫ് ഇറ്റ്. ഞാനിതിൽ നിന്നൊരു മാലാഖയെ പണിയെടുക്കുകയാണ്, മാലാഖയെ ഉണ്ടാക്കാൻ പോവുകയാണ്. ഹൗ കാൻ യു മേക്ക് ഇറ്റ്? ഇറ്റ് ഈസ് സോ ഈസി. എന്താ, എങ്ങനെ ഇത് പണിയാൻ പറ്റുന്നത്? ഐ സീ ആൻ ഏഞ്ചൽ ഇൻ ഇറ്റ് ആൻഡ് ഐ ചിസൽ അവേ ദ റെസ്റ്റ് ഓഫ് ദ തിങ്സ്. ഞാൻ ഇതിനകത്തൊരു മാലാഖയെ കാണുന്നു, ബാക്കിയുള്ളതൊക്കെ ഞാനങ്ങ് ചെത്തിക്കളയുന്നു. ഈസിയാ, ഭയങ്കര ഈസിയാ. മൈക്കലാഞ്ചലോക്ക് ഈസിയാ. നമ്മുടെ പ്രശ്നം നമുക്ക് ഇതിനകത്തൊരു മാലാഖയെ കാണാനൊന്നും പറ്റുന്നില്ല. ഇതുപോലെ ഈ കല്ല് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ക്രിസ്തുവിന്റെ രൂപം ഒന്നും ഈ കല്ല് നോക്കിയിട്ട് ഇതിനകത്ത് ഞാൻ കണ്ണാടി നോക്കിയിട്ട് ഇതിനകത്ത് ക്രിസ്തുവിന്റെ രൂപം ഒന്നും കാണുന്നില്ല. പക്ഷെ യേശു നോക്കുമ്പോൾ എന്നിൽ ക്രിസ്തുവിന്റെ രൂപം കാണുന്നുണ്ട്. പക്ഷേ
ചേരാത്ത ചിലതൊക്കെ ഉണ്ട്. അവൻ ഉളിയെടുത്ത് അതിങ്ങനെ ചിസിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേദന എടുക്കും, അവിടെ തന്നെ ഇരുന്ന് കൊടുക്കണം, ഓടിപ്പോകരുത്. പണിയണമെങ്കിൽ എപ്പോഴും എന്താണ്, അവിടെ ഇരുന്ന് കൊടുത്താലേ പറ്റുള്ളൂ, ഓടിപ്പോയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അവൻ നമ്മളെ സ്വർഗ്ഗ സ്ഥലങ്ങളിൽ അവന്റെ സാമീപ്യത്തിൽ ക്രിസ്തുവിനോട് കൂടെ ഇരുത്തിയിരിക്കുകയാണ്. ഓടി നടക്കുന്നവനെ ഓടിച്ചിട്ട് പണിയാനൊന്നും കർത്താവിനെ കൊണ്ട് കഴിയത്തില്ല. കഴിയണമെങ്കിൽ അവനോട് ചേർന്നിരുന്നാലേ പറ്റുള്ളൂ. അവിടെയാണ് ആത്മസംസർഗം. ഞാൻ യേശുവിനെ പോലെ ആകണമെങ്കിൽ യേശുവിനോട് ചേർന്നിരുന്നാലേ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് യേശുവിനെ പോലെ ആകാൻ കഴിയില്ല. പിന്നെ അത് അവൻ തന്നെ വളർന്നേ പറ്റുള്ളൂ. ഞാൻ എന്നെ ചിസിൽ ചെയ്യാനൊക്കെ നോക്കിയാൽ മിക്കപ്പോഴും അത് നടക്കുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എന്നെ തന്നെ ചിസിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് മിക്കപ്പോഴും നടക്കുന്ന കാര്യമല്ല. അത് പണിയാൻ നമുക്കൊക്കത്തില്ല. അതുകൊണ്ട് എൻ്റെ ഈ കൊലോസ്യ ലേഖനത്തിന്റെ 2ാമത്തെ ചാപ്റ്റർ വരുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വേദഭാഗം ഞാൻ എബൈഡിങ് ആൻഡ് ഫ്രൂട്ട് ബെയറിംഗ് എന്ന് പറഞ്ഞൊരു മെസ്സേജിനകത്ത് ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം എടുക്കുന്നില്ല. ശരിക്കും ഈ 2nd ചാപ്റ്റർ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ഒന്ന് ഓടിച്ച് മാത്രമേ ഞാൻ പറയണം. ഈ 2nd ചാപ്റ്ററിൽ ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. അവിടെ ഡീല് ചെയ്യുന്നത് സ്വയാശ്രയികളായ ചില ആളുകളെ കുറിച്ചാണ്. അതായത് പണിയാൻ ദൈവത്തിന് വിട്ടുകൊടുക്കാതെ തന്നെ കയറി പണിയുന്ന ചില പാർട്ടികളെ കുറിച്ചാണ് അവിടെ കാണുന്നത്. അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് 2nd ചാപ്റ്റർ പറഞ്ഞിരിക്കുന്നത് തലയെ മുറുകെ പിടിക്കാത്ത പാർട്ടികളെന്നാണ്. തലയെ മുറുകെ പിടിക്കാതെ, അതായത് നമ്മളെ കുറിച്ചുള്ള പണി 2ാം അധ്യായത്തിന് 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഞാൻ വാക്യം വായിക്കാം. അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നുവെന്ന് നിങ്ങൾ അറിയാൻ ഇച്ഛിക്കുന്നു. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും. യേശുക്രിസ്തു നമുക്ക് എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ദൈവിക മർമ്മമാണ്. കാരണം അതിന്റെ 3ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. പാരഫ്രൈസ് വേർഷൻ എഴുതിയിരിക്കുന്നത് ഇൻ ഹിം ലൈ ഹിഡൻ ഓൾ ദി മൈറ്റി അൺടാപ്ഡ് ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്. In him lie hidden all the mighty untapped treasures of wisdom and knowledge. ടാപ്പ് ചെയ്തിട്ടില്ലെന്ന് ഇതുവരെ. യേശുക്രിസ്തുവിനെ ഇതുവരെയും മുഴുവനായിട്ട് ആരും എന്ത് ചെയ്തിട്ടില്ല, ടാപ്പ് ചെയ്തിട്ടില്ല. ആ റിസർവോയറിൽ എത്രയും വെള്ളമുണ്ടെന്നുള്ളത് ഒരു മനുഷ്യൻ ഇന്നുവരെ കണ്ടിട്ട് പോലുമില്ല. ടാപ്പ് തുറന്നിട്ടില്ലാത്ത റിസർവോയറുകൾ ക്രിസ്തുവിൽ ഉള്ളടങ്ങിയിരിക്കുന്നു. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. നമ്മൾ ഈ വേദവസം, ഞാൻ വാസ്തവത്തിൽ ആലോചിച്ചിട്ടുണ്ട്, വേദവസം എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്നു. എത്രയോ വർഷങ്ങൾ, എത്ര പ്രാവശ്യം മാറി മാറി വായിച്ച് പഠിക്കുന്നു. ഞാൻ 39 വർഷമായിട്ട് വേദവസം കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാനും പഠിക്കാനും പരിശ്രമിക്കുന്നുണ്ട്. വലിയ കൂടിയ സമയമൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇപ്പോഴും വായിക്കുമ്പം ഇതുവരെയും I look at it, I always see that I just scratch the outer skin. I did not go deep into it. എനിക്ക് തോന്നുന്ന രീതിയിലാണ് ഈ പുറന്തോട്ടിൽ നിന്ന് ഏണ്ടൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിനകത്തോട്ടൊന്നും കയറിയിട്ടില്ലെന്നുള്ളത് എനിക്ക് എപ്പോഴും മനസ്സിലാവും. ഇനി അത്രയ്ക്കും ഈ എഴുതപ്പെട്ട ദൈവവചനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഗുപ്തമായ കാര്യങ്ങൾ ഒതുങ്ങിയിരിക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ ബീയിങ്ങില് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇൻ ഹിം ലൈ ഹിഡൻ ഓൾ ദ മൈറ്റി അൺടാപ്ഡ് ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്. 4ാമത്തെ വാക്യത്തിൽ വശീകരണ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ ചതിപ്പാതിരിപ്പാൻ നോപ്പീൻ. മുഴുവൻ അങ്ങോട്ട് വായിക്കുന്നില്ല. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പീൻ. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം, ലോകത്തിന്റെ ആദ്യപാഠങ്ങൾക്കൊത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമല്ല. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചിരിക്കുന്നു. ഇതെല്ലാം ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. എങ്കിലും അവിടെ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ തലയായ ക്രിസ്തുവിൽ നിന്നാണ്. അതായത് നിങ്ങൾ ആകയാൽ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ, അവനുമായിട്ടുള്ള ഫെലോഷിപ്പിൽ നടപ്പീൻ. അവനിൽ വേരൂന്നിയും ഗോ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് താഴോട്ടും വേണം, ആത്മീക വർധന പ്രാപിച്ചും. റൂട്ടഡ് ആൻഡ് ബിൽഡ്, താഴോട്ടും പോകണം മുകളിലോട്ടും പോകണം. വളർച്ചയുടെ പ്രത്യേകത ഏതാണ്? വളർച്ച എന്ന് പറയുന്നത് മുകളിലോട്ട് മാത്രം പോയി കഴിഞ്ഞാൽ ഒരു കാറ്റടിക്കുമ്പം താഴെ വീഴും, ഇല്ലേ?
പക്ഷെ താഴോട്ട്, നമുക്ക് മുകളിലോട്ട് എത്ര ഉണ്ടോ അതിനേക്കാൾ കൂടുതൽ താഴോട്ട് ഡീപ്പായിട്ട് പോകണം. അവനിലേക്ക് അവനിൽ വേരൂന്നിയും. കാര്യം എത്ര ചെന്നാലും പിന്നെയും അവിടെ എല്ലാം നമ്മളെ പരിപോഷിപ്പിക്കത്തക്ക രീതിയിൽ അവനിൽ നിക്ഷേപങ്ങൾ ഗുപ്തമായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് വെറും തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിച്ചോളുവിൻ. വലിയ വലിയ ഫിലോസഫിയും മറ്റേത് മറിച്ചതൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകളെ നിങ്ങൾ നോക്കിക്കോണം, സൂക്ഷിച്ചോണം. ഇവിടെ ഫിലോസഫിയുടെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ക്രിസ്തുവാണ്. ഇറ്റ് ഈസ് ക്രൈസ്റ്റ്. ക്രിസ്തു. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ വാക്യം എടുത്തു പറഞ്ഞതിന്റെ രണ്ടാമത്തെ വാക്യം, അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും. നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഫിലോസഫിക്കലായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്. എന്താണ്? വി നീഡ് ക്രൈസ്റ്റ്. ബിക്കോസ് ആ ക്രൈസ്റ്റ് ആണ് ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം. യേശുക്രിസ്തുവിനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, നമ്മൾ ഭക്ഷിക്കേണ്ടത്. അവനിൽ നിന്നാണ് തലയായവൻ. നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് വേഴ്സ് 19 വാക്യത്തിൽ, തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും വളർച്ച പ്രാപിച്ചും ഇരിക്കുന്നത്. കാരണം അവൻ തലയും, അതാണ് നമ്മുടെ റിലേഷൻ. ഈ സേ അബൌട്ട് ഇറ്റ്. അവൻ തലയാണ്, നമ്മൾ അവന്റെ ശരീരമാണ്. ഈ തലയിൽ നിന്ന് വേണം താഴോട്ട് ഇറങ്ങി വരാൻ. അതിന്റെ മുമ്പത്തെ വാക്യത്തില് 18 വാക്യത്തിൽ, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും അവരാണ് തനിയെ വളരാനായിട്ട് നോക്കുന്നത്. തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്ന ആരും നിങ്ങളുടെ ബിരുദ തെറ്റിക്കരുത്. യേശുവിങ്കലേക്ക് നിങ്ങളെ കൊണ്ടുപോകാത്ത ആളുകളെ ആരെയും നിങ്ങൾ വിശ്വസിക്കരുത്. ഏത് പ്രസംഗവും എന്തിനു വേണ്ടിയാണ്? യേശുവിങ്കലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. കാരണം നിങ്ങളുടെ വളർച്ച നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ യേശു തലയും നിങ്ങൾ ശരീരവുമാകുന്ന ആ ഒരു ഫെലോഷിപ്പിലേക്ക് വന്നെങ്കിലേ പറ്റുകയുള്ളൂ. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ആ കാര്യത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് പറ്റാം. അടുത്തതായിട്ട് ഈ വീണ്ടെടുപ്പിന്റെ കാര്യത്തിൽ നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നതിന്റെ അടുത്ത ലക്ഷ്യം നമ്മളെ എക്വിപ്പ് ചെയ്യുക. എന്നാൽ അതിനോട് ചേർന്ന് ഏകദേശം അതിന് സമാനമായ ഒരു വാക്യമുണ്ട്. എക്വിപ്പ് ചെയ്യുക എന്ന് മാത്രമല്ല, തികഞ്ഞവരാക്കുക. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു വാക്യം ഇതാണ്: അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യും. നമ്മളെ കുറിച്ചുള്ള മരുഭൂമിയിൽ നമ്മളെ ദൈവം ആക്കിയിരിക്കുന്നതിന്റെ കാര്യം നമ്മളെ ഇവിടെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നമ്മളെ എക്വിപ്പ് ചെയ്യുകയാണ്. സ്വർഗത്തിലേക്ക് പോകാനായിട്ട് നമ്മളെ എക്വിപ്പ് ചെയ്യുകയാണ്. അതേസമയം ആ എക്വിപ്പ് ചെയ്യുന്നത് തന്നെ എങ്ങനെ എക്വിപ്പ് ചെയ്യാനാണ്? പെർഫെക്റ്റ് ആയിട്ട് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ടതിന്. 10-ാമത്തെ വാക്യം, 1-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പോൾ പറയുന്നത്, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന്. നമ്മളൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, എന്താ? എന്റെ ബ്രദറെ, വല്ല വിധേനയും മരിച്ചോണ്ടിരുന്ന പുനരുദ്ധാനം പ്രാപിച്ച് അങ്ങ് ചെല്ലണം, അല്ല എന്തോ നമ്മളിപ്പോ അല്ലേ, വല്ല വിധേനയും. അങ്ങനെ വല്ല വിധേനയും ജീവിക്കാനല്ല നമ്മളെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത്. പൂർണ്ണ പ്രസാദത്തിനായി മുഴുവനും, വല്ല വിധേനയുമല്ല, പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. ആ വാക്കുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11 മുതൽ ഉള്ള വാക്യങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യം, അവൻ ചിലരെ അപ്പോസ്തലന്മാരെ, നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമാണ്. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് 12-ാമത്, അത് നാം എല്ലാവരും വിശ്വാസത്തിനും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിനും ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. ആളുകൾ നമ്മൾ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത് നല്ല കാര്യമാണ്. പക്ഷേ രക്ഷയിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ ഇട്ടേച്ചു പോകാനൊന്നും അല്ല, അവരെ നമ്മൾ എക്വിപ്പ് ചെയ്തേ പറ്റുള്ളൂ. എത്രത്തോളം? അവരെ തികഞ്ഞവരാക്കുക. അവനെ പോലെ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനായിട്ട്, ഇല്ലേ? അങ്ങനെ 15-ാം വാക്യത്തിലെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ, അവനെ പോലെയാകാൻ. അത് കഴിയണമെങ്കിൽ തലയും ശരീരവും പോലെയുള്ള, ക്രിസ്തു എന്ന തലയോളം വളരണമെങ്കിൽ ആ തലയും ശരീരവും പോലെയുള്ള ഒരു ഫെലോഷിപ്പിലൂടെ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. അതിനാണ് കർത്താവിനെ, അവിടെയാണ് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന വാക്യത്തിന്റെ അർത്ഥം. വേറൊരു കാര്യം കൂടെ, എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിച്ച പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. പുതിയ മനുഷ്യൻ, അതായത് ദൈവത്തിന്റെ ആ പ്രത്യേകത, ആ
നമ്മളുടെ ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പുതിയ മനുഷ്യനെ ധരിക്കുന്ന ഒരു സ്റ്റേജ്, കർത്താവിനെ തന്നെ ധരിക്കുന്നതായ ഒരു സ്റ്റേജ്. നമ്മൾ അഗെയിൻ ഇവിടെ ദൈവം മുന്നോട്ട് വായിക്കുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ ഒരു പദ്ധതിയിൽ നമ്മൾ അവനോട് കൂടെ നമ്മൾ പല കാര്യങ്ങൾ ഞാൻ വെറുതെ സ്കിപ്പ് ചെയ്ത് പോയതുകൊണ്ടാണ്. അവന്റെ കൂട്ടായ്മയിൽ കൊലോസ്യൻ 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ, കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. ഞാൻ പറഞ്ഞല്ലോ, വി നീഡ് ടു സീ ദാറ്റ് വി ആർ റൂട്ടഡ് ഇൻ ഹിം ആൻഡ് വി ആർ ബിൽറ്റ് ഇൻ ഹിം. അവനിൽ പണിയപ്പെടുന്നതായ ഒരു സ്റ്റേജ് ഉണ്ടാകണം. എന്താണ് കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശരിക്കും അതിനെ അടിസ്ഥാനപരമായി പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഫെലോഷിപ്പാണ്. ദൈവവും യേശുവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു തമ്മിലുള്ള ബന്ധം മാറി നിന്ന് കാണുന്ന ഒരു ബന്ധം അല്ല. നമുക്ക് പലരുമായിട്ടും ബന്ധമുണ്ട്, മാറി നിന്ന് കാണുന്ന അനേകരുണ്ട്. പല ബഹുമാന്യരായ ആളുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാറി നിന്ന് കാണുന്നുണ്ട്. പക്ഷേ യേശുവിന്റെ കാര്യത്തിൽ നമുക്ക് ബഹുമാനമില്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ ബഹുമാനം മാത്രമല്ല ഇവിടെ പറയുന്നത്. എന്താണ്? റിലേഷനാണ്. റിലേഷൻഷിപ്പ് ഈസ് ഫെലോഷിപ്പ്.